കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നിന്നുള്ള പാഠങ്ങളാണ് ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ 1 തിമോത്തിയോസിൻ്റെ 6-ാം അധ്യായം, അതായത് അവസാനത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇത് പ്രായോഗികമായിട്ടൊരു സഭയിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ, വിശ്വാസികൾക്കുള്ള പൊതുവായ നിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് ഇടയന്മാർക്കുള്ള നിർദ്ദേശങ്ങളാണ് ഈ അധ്യായത്തിലും തുടരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരു യജമാന ദാസ്യ റിലേഷൻഷിപ്പ് നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. അതായത് അടിമകൾ എന്ന് വിളിക്കുന്ന ഒരു വർഗം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. ഈജിപ്തിലൊക്കെ പണ്ട് കാലത്ത് വളരെ ക്രൂരമായ അടിമകളെ ട്രീറ്റ് ചെയ്തിരുന്നതായിട്ട് നമുക്കറിയാം. എന്നാൽ റോമരുടെയും ഗ്രീക്കുകാരുടെയും കാലത്ത് അടിമകളുണ്ടായിരുന്നുവെങ്കിലും അത്ര കിരാതമായൊരു അടിമ വ്യവസ്ഥ ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. അവർ എന്താ പറയുന്നത്, പണ്ടത്തെ കാലത്തെ ഫറോവിൻ്റെ ഈ പിരമിഡുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒത്തിരി അടിമകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം അന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ ദുഷ്ടമായ ഒരു അടിമ വ്യവസ്ഥ ഈ 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ നിലനിന്നിരുന്നതായിട്ട് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അടിമ വ്യവസ്ഥ ചരിത്രത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നു. പലപ്പോഴും ആൾക്കാർ ചിന്തിക്കാറുണ്ട് അടിമ വ്യവസ്ഥയെക്കുറിച്ച് വേദപുസ്തകം എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം. ബൈബിളിൽ ഒരിടത്തും അടിമ വ്യവസ്ഥയെ എതിർത്തോ അനുകൂലിച്ചോ അന്ന് നിലനിൽക്കുന്ന വ്യവസ്ഥ എതിർത്തോ അനുകൂലിച്ചോ ഉള്ള പരാമർശങ്ങളില്ല. എന്തുകൊണ്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമത്തത്തിനെതിരെ എങ്ങനെയാണ് കർത്താവ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ സുവിശേഷം വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ അത് വ്യക്തമാകും. അടിമകളോട് നിങ്ങൾ റിബല്യൻ നടത്താൻ ഒരിക്കലും പറയുന്നില്ല. അവിടുത്തെ ഭാഷ യജമാനന്മാരെ നിങ്ങൾ മാനത്തോടെ നോക്കണം എന്നുള്ളതാണ്. പക്ഷെ എങ്ങനെയാണ് പിന്നെ അടിമത്തം ഇല്ലാതാക്കുന്നത്? വേദപുസ്തകത്തിൽ എങ്ങനെയാണ് ഈ അടിമത്തത്തിനെതിരെയുള്ള മാൻഡേറ്റ് എന്താണ്? അത് യജമാനന്മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. യജമാനന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവരെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ സഹോദരങ്ങളെ പോലെ നോക്കണം. നിങ്ങളുടെ മുകളിലൊരു യജമാനുണ്ടെന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അവരോട് തക്കതായ രീതിയിൽ അവർക്കുള്ള പ്രതിഫലം നൽകുകയും അവരെ അങ്ങനെ ബഹുമാനിക്കുകയും വേണമെന്ന് യജമാനന്മാരോടാണ് പറയുന്നത്. കാരണം ഇത് ബൈബിൾ എന്ന് പറയുന്നൊരു വിപ്ലവമല്ല, സ്നേഹമാണ്. ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു പൊസിഷൻ ഡിമാൻഡ് ചെയ്യുന്നതല്ല, മറ്റുള്ളവർക്ക് അത് വിട്ടുകൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ബൈബിളിലെ റെവല്യൂഷൻ അല്ലെങ്കിൽ വിപ്ലവം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴോട്ടാണ്, താഴെ നിന്ന് മുകളിലേക്കല്ല. അതായത് കർത്താവ് എല്ലാം നഷ്ടപ്പെടുത്തി നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നത് പോലെ നമ്മൾ പെരുമാറുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം നമുക്ക് സഹോദരങ്ങളും നമ്മളെക്കാൾ ശ്രേഷ്ഠരുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇപ്പം എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അവരെ എൻ്റെ സഹോദരങ്ങളെ പോലെ കാണും. അങ്ങനെയാണ് ഈ അടിമവ്യവസ്ഥ ഇല്ലാതാകുന്നത്. ഈ അടിമകളെ പീഡിപ്പിക്കുക, കച്ചവടം ചെയ്യുക, ഇങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കാതെ എൻ്റെ ഒരു സഹോദരനെ ഞാൻ എങ്ങനെ കാണുന്നു അതുപോലെ ഈ യജമാനന്മാർ അടിമകളെ കണ്ട്, അങ്ങനെ ആണ് ക്രിസ്ത്യാനിറ്റി ഈ വ്യവസ്ഥ എടുത്ത് മാറ്റുന്നത്. എന്നാൽ നമുക്കറിയാം അനേകം വിപ്ലവ വ്യവസ്ഥകൾ നേരെ തിരിച്ചാണ് വരുന്നത്. അതായത് അടിമകൾ ബഹളമുണ്ടാക്കി ലഹളമുണ്ടാക്കി സ്വാതന്ത്ര്യം നേടുകയാണ്. അത് സാമൂഹ്യ വ്യവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതൊരു കറക്റ്റ് അപ്രോച്ചാണെന്ന് തോന്നിയാൽ പോലും നിലനിൽക്കുന്നതും ദൈവികമായതും നമ്മൾ സ്നേഹത്തിൽ അത് പണിയപ്പെടുമ്പോഴാണ്. സ്നേഹത്തിൽ നിന്ന് അടിമ വ്യവസ്ഥ ഇല്ലാതായി പോകുന്നതാണ് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, മുഖത്തിന് കീഴിൽ ദാസന്മാരായിരിക്കുന്നവരൊക്കെയും ദൈവനാമവും ഉപദേശവും ദുഷിക്കപ്പെടാതിരിപ്പാൻ തങ്ങളുടെ യജമാനന്മാരെ സകല മാനത്തിന് യോഗ്യന്മാരെന്നേണ്ടതാകുന്നു. അപ്പോൾ യജമാനന്മാരോടുള്ള അടിമകളുടെ മനോഭാവമല്ല മാറേണ്ടതെന്നും അടിമകളോടുള്ള യജമാനന്മാരുടെ മനോഭാവമാണ് മാറേണ്ടതെന്നും ആണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ ഡിമാൻഡ് ചെയ്ത് നേടുന്നതല്ല നമ്മുടെ സ്വാതന്ത്ര്യം, ദൈവം നമുക്ക് നൽകുന്നതാണ്.
അപ്പോൾ വേദപുസ്തകത്തിൽ നമ്മൾ ഒന്നും കൂടി ഇതേ ചോദ്യം ആവർത്തിക്കുകയാണ്, വേദപുസ്തകം അടിമ വ്യവസ്ഥയ്ക്ക് അനുകൂലമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. പക്ഷെ അത് തൂത്ത് കളയപ്പെടുന്നത് മുകളിൽ നിന്ന് താഴേക്കാണ്. അതായത് ദൈവം നമുക്ക് വേണ്ടി താഴോട്ട് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത പോലെ ഓരോ വിശ്വാസിയായ യജമാനന്മാരും അവരുടെ ദാസന്മാരെ സ്വന്തം സഹോദരങ്ങളെ പോലെ അവർക്ക് ജോലിക്ക് തക്ക കൂലിക്ക് യോഗ്യതയുള്ളവരെന്ന് എണ്ണണമെന്ന് ആണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ കൃത്യമായി സാലറി പേ ചെയ്യുകയും അവരെ സഹോദരങ്ങളെ പോലെ കാണുകയും ചെയ്യുമ്പോൾ ഈ അടിമ വ്യവസ്ഥ എന്ന് പറയുന്ന നമ്മുടെ മനസ്സിലിരിക്കുന്ന ആ ഒരു വ്യവസ്ഥ ഇല്ലാതെയായി പോകുമെന്നുള്ളതാണ് വേദപുസ്തകത്തിൻ്റെ ശാസ്ത്രം. അതുതന്നെയാണ് നമ്മൾ കുടുംബ ബന്ധങ്ങളിലെല്ലാം കാണുന്നത്. ആരും ഡിമാൻഡ് ചെയ്ത് ബഹളം വെച്ചൊന്നും നേടുകയല്ല ചെയ്യുന്നത്. ടോപ്പ് ടു ബോട്ടം, അതായത് ആ യജമാനന്മാരല്ലെങ്കിൽ അവർ തന്നെ ഈ സ്നേഹത്തിനകത്ത് ഈ ഒരു തങ്ങളെ തന്നെ തങ്ങളുടെ താഴെയുള്ളവർക്ക് വേണ്ടി, അതായത് സോഷ്യലിയോ അല്ലെങ്കിൽ കുടുംബത്തിലോ ഉള്ളവർക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഫെയ്ത്താണ് ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഒരു ഭർത്താവിനോട് പറയുന്നത് ഭാര്യയ്ക്ക് വേണ്ടി മരിക്കാനാണ്. അതാണ് അവിടെ അങ്ങനെയാണ് ഈക്വാലിറ്റി കൊണ്ടുവരുന്നത്. ഭാര്യയെ കർത്താവ് എങ്ങനെ സഭയ്ക്ക് വേണ്ടി തൻ്റെ ജീവനെ കളഞ്ഞു, അതുപോലെ ഭാര്യമാർക്ക് വേണ്ടി ഭർത്താക്കന്മാർ, അതുപോലെ കീഴിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി യജമാനന്മാർ. നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവരെ നിങ്ങളുടെ യജമാന മനോഭാവത്തോടെ കാണരുത്, സഹോദരങ്ങളുടെ മനോഭാവത്തോടെ കാണണമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് വരുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. അതാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. യജമാനന്മാർ ചർച്ചിൽ വരുന്നു, ഒന്നിച്ച് അപ്പം നുറുക്കുന്നു, ഒരേ ശരീരമായി കൺഫസ് ചെയ്യുന്നു, ചിലപ്പോൾ ഒന്നിച്ച് സുവിശേഷം പറയാൻ പോകുന്നു. കാരണം സഭയിലെല്ലാവരും ഒരേപോലെയാണ്. അപ്പോൾ ഈ സെർവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതായത് ജോലി എടുക്കുന്ന ആൾക്കാർക്കൊരു ചിന്ത വരും, ഞങ്ങളുടെ യജമാനൻ ഞങ്ങളുടെ സഹോദരനല്ലേ, അതുകൊണ്ട് ഇത്തിരി ഉഴപ്പിയാലും കുഴപ്പമില്ല, 4 ലീവ് എക്സ്ട്രാ എടുത്താലും കുഴപ്പമില്ല, പുള്ളി സമ്മതിച്ചോളും. അപ്പോൾ പുള്ളിക്കുള്ളിൽ സ്നേഹമുള്ളതുകൊണ്ട് പുള്ളി എതിരൊന്നും പറയില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം ഈ വിശ്വാസികളെ പണിക്കെടുത്തു കഴിഞ്ഞാൽ പരിപാടി നടക്കുകയില്ലെന്നൊരു ചിന്ത ഈ ജോലി തരുന്ന ആൾക്കാരുടെ ഇടയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അതൊരു മാനക്കേടിന് കാരണമാവും ക്രിസ്ത്യാനിറ്റിക്ക് തന്നെ. അതായത് ക്രിസ്തീയ വിശ്വാസികൾ അവരെ ജോലിക്കെടുത്തു കഴിഞ്ഞാൽ അവരോടൊപ്പം എന്നൊരു ചിന്ത ഈ വിശ്വാസികളെ യജമാനന്മാർക്ക് വരെ വരാൻ സാധ്യതയുണ്ട്. കടുത്തൊന്നും പറയാൻ പറ്റത്തില്ല, ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ സഭ ചിലപ്പോൾ രണ്ടാവും, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനുള്ള അഡ്വൈസ് കൊടുക്കുന്നത് വർക്ക് ചെയ്യുന്നവരോടാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് യജമാനന്മാരെ മാനത്തിന് യോഗ്യരായി നിങ്ങൾ എണ്ണണം. കാരണം അവരെ നിങ്ങളൊരിക്കലും നിസ്സാരമായി കാണരുത്. അവരുടെ ജോലി നടക്കണം, അവരുടെ കാര്യങ്ങൾ നടക്കണം. കാരണം ഇതൊരു പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയാണ് നിങ്ങളെ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. അപ്പം ശുശ്രൂഷകർ, ഈ ശുശ്രൂഷ ചെയ്യുന്നവർ അല്ലെങ്കിൽ സെർവ് ചെയ്യുന്ന ആൾക്കാർ അവരെപ്പോഴും യജമാനന്മാരെ നോക്കുമ്പോൾ അവർ മാനത്തിന് യോഗ്യരായി എണ്ണുകയും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിനെന്ന പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം, അവരുടെ ജോലി ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ പറയുന്ന വാക്യത്തിൻ്റെ ഉദ്ദേശം. വിശ്വാസികളെ യജമാനന്മാരുള്ളവർ, അതാണ് 2-ാം വാക്യത്തിൽ പറയുന്നത്, അവരെ സഹോദരന്മാരെന്ന് വെച്ചാൽ അലക്ഷ്യമാക്കരുത്. സഹോദരനല്ലേ, സാരമില്ല പോട്ടെ, ഇപ്പോൾ ഒരു 2 ദിവസം ഉഴപ്പിയാലും കുഴപ്പമില്ല, അയാളൊന്നും പറയില്ല, അങ്ങനെ ചിന്തിക്കരുത്. കാരണം അവർ അലക്ഷ്യമായിട്ട് വിചാരിക്കരുത്. അവർക്ക് നിങ്ങളെക്കൊണ്ട് നന്മയുണ്ടാകാൻ പാടുള്ളൂ. തങ്ങളെക്കൊണ്ടുള്ള ഉപകാരം അനുഭവിക്കുന്നവർ വിശ്വാസികളും പ്രിയരുമാകൊണ്ട് അവരെ വിശേഷാൽ സേവിക്കുക അത്ര വേണ്ടത്. ഇത് നീ ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ റിലേഷൻഷിപ്പുകളെല്ലാം ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് പോകരുതെന്ന് പൗലോസ് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി 3-ാം വാക്യം മുതൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് സഭയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നതെന്നുള്ളതിന് അതിന് പരിഹരിക്കാനുള്ള ചില മാർഗ്ഗങ്ങളാണ്. അവിടെ പറയുന്നത്, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. അപ്പോൾ ഈ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും, ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വചനവും ഉപദേശവും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. ഈ വചനവും ഉപദേശവും 2ആയിട്ടാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. വചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുന്നു. പക്ഷേ ഉപദേശം എന്ന് പറയുന്നത് നമ്മുടെ ഭക്തിയിലേക്കും അനുസരണത്തിലേക്കും നടത്തുന്ന ഒരു ഉപദേശ രൂപമുണ്ട്, ഒരു അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ. ആ ഡോക്ട്രിനും നമ്മൾ അതുപോലെ തന്നെ കരുതേണ്ടതാണ്. വചനം വായിക്കുക മാത്രമല്ല, നമ്മൾ ഉപദേശം പഠിക്കുകയും കൂടെ വേണമെന്നാണ് അതിനർത്ഥം. ഉദാഹരണത്തിന് വചനം വായിക്കുന്നു, മെഡിറ്റേറ്റ് ചെയ്യുന്നു, ഉടനെ ഒരാൾ തൃത്വം എന്ന വിഷയം എടുക്കുന്നു. ആ ഉപദേശം നമ്മൾ പഠിച്ചിരിക്കണം, അതൊരു ഉപദേശമാണ്. തൃത്വം എന്ന് പറയുന്നൊരു ഉപദേശമാണ്. എനിക്കതൊന്നും കാര്യമൊന്നുമില്ല, ഞാൻ ബൈബിൾ വായിക്കുന്നു, അങ്ങനെ പറയരുത്. ഡോക്ട്രിൻസ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വചനം പഠിക്കുന്നത് മാത്രമല്ല, ഉപദേശവും പഠിച്ചിരിക്കണമെന്നാണ്. അപ്പോൾ ഉപദേശത്തെക്കുറിച്ച് നല്ല നിശ്ചയമുള്ളവരായിരിക്കണം ശുശ്രൂഷകർ പ്രത്യേകിച്ചും. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ, പത്യമായ വചനം, അതായത് നമുക്ക് പത്യം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പത്യമായതും പത്യമല്ലാത്തതും. പത്യമായത് നല്ല വചനം, സൗണ്ട് ടീച്ചിങ്, സൗണ്ട് വേർഡ്.
ആൻഡ് ക്രിസ്ത്യൻ ഡോക്ട്രിൻ, അതായത് സൗണ്ട് ഡോക്ട്രിൻ. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണമെന്ന്, ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്, നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് കണ്ടിരുന്നു, ഇവിടെ വീണ്ടും അത് പ്രബോധിപ്പിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് തിരിച്ചറിയാതെ ഉപദേശത്തിനെതിരെ വരുന്ന ആളുകൾ, അവർ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് തീർത്തിരിക്കുന്നു. നമുക്ക് എൻഡ്ലെസ് ഡിബേറ്റുകളാണ്, നമ്മൾ എവിടെ നോക്കിയാൽ ഒരു ഡിബേറ്റാണ്. ഈ ഡിബേറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഞാൻ ഒരിക്കലും ഒരു ഡിബേറ്ററല്ല, എന്നെ ആര് ഡിബേറ്റിന് വിളിച്ചാലും ഞാൻ പോകാറുമില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഡിബേറ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു പുതിയ കാര്യവും ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. എൻ്റേതായൊരു ടീച്ചിങ് എനിക്കില്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നത് കൺസർവേറ്റീവ് ഇവാഞ്ചലിക്കൽ ഡോക്ട്രിനാണ്. അതായത് വീണ്ടും ജനനത്തിൽ വിശ്വസിക്കുന്ന, ബൈബിളിൽ വിശ്വസിക്കുന്ന, മുഴുവൻ ഹോൾ ബൈബിളിൽ വിശ്വസിക്കുന്ന, ബൈബിൾ ഓരോ വാക്യവും അനുസരിക്കപ്പെടേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന, ക്രിസ്തു ഏക രക്ഷകനെന്ന് കൺഫസ് ചെയ്യുന്ന ആ ഒരു ബേസിക് ടീച്ചിങ്ങാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇതിൽ ഞാൻ പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരു കാര്യവുമില്ല. ഇതെല്ലാം വേൾഡ് വൈഡ് ആയിട്ട് ക്രിസ്ത്യൻസ് വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഡിബേറ്റ് ചെയ്ത് തെളിയിക്കാൻ മാത്രം പുതിയതായിട്ടുള്ള ഒന്നും ഇതിനകത്തില്ല. എന്നാൽ ആരെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ അത് മറുപടി പറയുക എന്നുള്ള ബാധ്യത നമുക്കുണ്ട്, അതെല്ലാവർക്കും ഉണ്ട്. എന്നാൽ വാഗ്വാദത്തിൻ്റെ ഭ്രാന്ത് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാനത് പണ്ട് കാലത്ത് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ കോളേജ് ജീവിതകാലത്തും ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്തെല്ലാം ഈ ഒരു വാഗ്വാദത്തിൻ്റെ ഭ്രാന്ത് എന്ന് പറയുന്നൊരു സാധനം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനായിട്ട് ഡിബേറ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളെ എങ്ങനെ തോൽപ്പിക്കാം, ഇതാണ് മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ രണ്ട് എക്സ്ട്രീം പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാണെന്ന് വിചാരിച്ചോ, രണ്ട് ഓപ്പോസിറ്റ് പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇവർ തമ്മിൽ ഡിബേറ്റ് ചെയ്ത് കഴിയുമ്പം മറ്റേയാളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരാൾ എല്ലാ ആയുധങ്ങളും എടുക്കും. എല്ലാ ആയുധങ്ങളും എടുത്ത് പോരാടുമ്പോൾ എന്ത് സംഭവിക്കും? അയാൾ എന്ത് ദുരുപദേശത്തിലാണോ വിശ്വസിക്കുന്നത് അയാൾ അതിൽ സ്ട്രോങ് ആയിട്ട് മാറും. ഇപ്പോൾ ഉദാഹരണത്തിന് തൃത്വത്തെക്കുറിച്ച് ഒരാളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഞാൻ തൃത്വത്തെ അനുകൂലിച്ച് സംസാരിക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കാൻ വേണ്ടി ആർഗ്യുമെൻ്റ് ഉണ്ടാക്കുന്ന ഒരാളുണ്ട്, ഡിബേറ്റിനെതിരെ നിൽക്കുന്നത്. അയാളുടെ ലക്ഷ്യം എന്താണ്? എന്നെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ലോകത്ത് ഇതിനെക്കുറിച്ച് നല്ലപോലെ പഠിച്ച് ആ ഉപദേശം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള എല്ലാ വചനങ്ങളുമായിട്ടും അവർ വരും. അപ്പോൾ അതിനുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞത് അവരാ ദുരുപദേശത്തിൽ തെറ്റായ വ്യാഖ്യാനത്തിൽ ഉറക്കുകയാണ് ചെയ്യുന്നത്, കൂടുതൽ ഉറക്കുകയാണ് ചെയ്യുന്നത്. അവരൊരിക്കലും രക്ഷപ്പെട്ട് വരികയല്ല ചെയ്യുന്നത്. അപ്പോൾ ഡിബേറ്റുകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഭ്രാന്ത് അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെയും അവരവരുടെ എക്സ്ട്രീം പൊസിഷൻസിലേക്ക് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ വാഗ്വാദത്തിൽ ഏർപ്പെടുന്നവർ ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല. കാരണം മനുഷ്യനൊരു ഈഗോ ഉണ്ട്. അയ്യോ ശരിയാണല്ലോ നിങ്ങൾ പറഞ്ഞത്, അങ്ങനെ പറയില്ല ആരും. അങ്ങനെ പറയുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ മറ്റേ ആൾക്കാരെ എക്സ്ട്രീം തെറ്റിലേക്ക് ഡ്രൈവ് ചെയ്ത് കളയുകയായിരിക്കും ചെയ്യുന്നത്. എന്നാൽ അതേ സമയത്ത് പൊതുജനം ഇതറിയേണ്ടതിന് അതിന് നിയോഗമുള്ള ആളുകൾ അത് ചെയ്യുന്നു. പൊതുജനം അറിയേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം ഇസ്ലാമിക് ക്രിസ്ത്യൻ ഡിബേറ്റുകൾ പല സ്ഥലത്ത് നടന്നിട്ടുണ്ട്. അത് വളരെ അത് വളരെ അധികം ഗുണം സഭയ്ക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അജ്ഞരായിരുന്ന പലരും ആ അറിവുകൾ മറഞ്ഞിരുന്ന പല കാര്യങ്ങളും ആളുകൾക്ക് വെളിപ്പെടുവാൻ അത് ഇടയാക്കി തീർത്തിട്ടുണ്ട്. പക്ഷേ സഭയ്ക്കകത്ത് ഓരോരോ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുമ്പോൾ അതൊരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് വരികയും അനേകം ആളുകളുടെ മുൻപിൽ ഇത് അപമാനിക്കപ്പെടുകയും കർത്താവിൻ്റെ വിശ്വാസം അപമാനിക്കപ്പെടുകയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അന്യത ഉപദേശിക്കുന്നവർ, അതായത് നമുക്ക് ലഭിച്ചു വന്ന ഉപദേശത്തിന് വിരുദ്ധമായി ഉപദേശിക്കുന്നവരെ, അപ്പോസ്തലന്മാർ തന്ന ഉപദേശത്തിന് വിരുദ്ധമായി ഉപദേശിക്കുന്നവരെ പറഞ്ഞിരിക്കുന്നത് അതിനെയാണ് അന്യതാ ഉപദേശം എന്ന് പറയുന്നത്. ഈ അന്യതാ ഉപദേശം പറയുന്ന ആൾക്കാർ ഭ്രാന്ത് പിടിച്ചിട്ട് ആണ് ഇത് ചെയ്യുന്നത്. അതായത് തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് ഒരു ഒബ്സഷനായിട്ട് മാറുകയാണ്. എന്നോട് ചർച്ച വന്ന ശേഷം ഞാൻ ചോദിച്ചു, അടുത്ത ആഴ്ച വരുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു എനിക്കൊരു പരാതിയുണ്ട്. ഞാൻ ചോദിച്ചു എന്താ പരാതി? നമുക്ക് ഈ ചർച്ച കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ കുറച്ച് സമയം വേണം. ഞാൻ പറഞ്ഞു നടക്കുന്ന കാര്യമൊന്നുമില്ല, നമുക്ക് വേണേൽ പേഴ്സണലായിട്ട് സംസാരിക്കാം. ഈ ആളുകളെല്ലാം മുമ്പിൽ വെച്ച് തർക്കിച്ച് ഈ കോലാഹലം ഉണ്ടാക്കി കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട കാര്യം എന്താണ്? അപ്പോൾ ഇങ്ങനെ ഈ തർക്കം എന്ന് പറഞ്ഞൊരു ഭ്രാന്ത് പിടിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. കഴിഞ്ഞ സ്ഥലത്ത് പറയുന്നത് കേട്ടു, പുതിയൊരു വിഷയം കിട്ടിയിരിക്കുന്നു. അത് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ഒരു കുറുക്കന് കോഴിയെ കിട്ടുന്ന പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇര പിടിച്ച സന്തോഷമാണ് ഒരു പുതിയൊരു വിഷയം വരുമ്പോഴേക്കും അതിനെ ആഘോഷിക്കാൻ. ദിസ് മാഡ്നസ് ഈ ഒരു മാഡ്നസ്സിനെ കുറിച്ച് എന്നോട് പറയുന്നത്. അങ്ങനെ വരുന്നവരുടെ ഉള്ളിലേക്ക് വരുന്നത് അസൂയ, ശണ്ഠ, ദൂഷണം, ദുസ്സംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, നിങ്ങൾ ഇനി ഏതെങ്കിലും ഡിബേറ്റുകൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഇവർ തമ്മിൽ ഭയങ്കര വൈരാഗ്യം ഉണ്ടാകും നമുക്ക് കാണാം. ഈ ക്രിസ്ത്യാനിറ്റിക്കകത്തുള്ള വയലൻസ് ഭയങ്കരമാണ്. വിശ്വാസികൾ തമ്മിൽ തോന്നുന്ന വയലൻസ്.
ഒരാൾ ഞാൻ പഠിപ്പിക്കുന്നത് തന്നെയല്ല പഠിപ്പിക്കും തോന്നിക്കഴിഞ്ഞാൽ അയാളെ എങ്ങനെ അയാളെ നശിപ്പിക്കാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ പല കാര്യങ്ങളിലും ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വലിയ കാര്യങ്ങൾ വി നീഡ് ടു ഡിഫെൻഡ്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഒത്തിരി ദുരുപദേശങ്ങൾ നമ്മുടെ ഇടയിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. അതിനെതിരെ സംസാരിക്കാനുള്ള കടമ നമുക്കുണ്ട്. എന്നാൽ പൊതുവേ കറക്റ്റ് ഉപദേശം പറയുമ്പോൾ പോലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുടെ പേരിൽ ഡിബേറ്റ് ചെയ്ത് തർക്കിച്ച് അതിനകത്തുനിന്ന് അസൂയ, ശണ്ട, ദൂഷണം ഇതെല്ലാം ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള തർക്കവാദങ്ങളിൽ നിന്നാണ്. അപ്പോൾ അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെയുള്ള ഈ വീഡിയോസൊക്കെ ഇൻകം ജനറേറ്റിംഗ് ആണ്. ഭയങ്കര ഇൻകമാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് മനസ്സിലാക്കുന്നത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതിനും ഈ കാശ് വരുന്നുണ്ട് എന്നുള്ള കാര്യം. അത് ഏതോ ഒരു പോസ്റ്റിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്. അപ്പോൾ ശരിക്കും ഇത് കോൺട്രവേഴ്സ്യൽ പോസ്റ്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കും. ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി സ്ട്രൈക്കിംഗ് ടൈറ്റിലുകൾ കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒരു ദ്രവ്യാഗ്രഹത്തിൻ്റെയും കൂടെ കാര്യം ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് പ്രൊഡിക്റ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് തർക്കവാദങ്ങളിൽ ഏർപ്പെടുന്നു, ഡിബേറ്റ് ഏർപ്പെടുന്നു. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു വചനം ഇപ്പോൾ തിമോഥെയോസിൻ്റെ ലേഖനത്തെക്കുറിച്ചുള്ള ഈ വ്യാഖ്യാനം ഇത് കേൾക്കുന്നതിനേക്കാളും ആയിരക്കണക്കിന് ഇരട്ടി ആൾക്കാരായിരിക്കും ഒരു തർക്കവാദം കേൾക്കാൻ വേണ്ടി വരുന്നത്. അതിൻ്റെ വ്യൂവർഷിപ്പ് ഭയങ്കര കൂടുതലായിരിക്കും. കാരണം അങ്ങനെയുള്ള ഒരു ആദായ സൂത്രം ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ്. അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാലേ നമുക്ക് അതിനകത്ത് ആദായം എടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരവസ്ഥ. അതും ഇന്ന് ഈ അത്യന്താധുനിക യുഗത്തിൽ, സോഷ്യൽ മീഡിയ യുഗത്തിൽ അത് വലിയ കാര്യമാണ്. അനേകം ഇടങ്ങളിൽ അത് പ്രാവർത്തികമാക്കപ്പെടുന്നുണ്ടെന്നുള്ളത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഏതെങ്കിലും ഡിബേറ്റുകൾ കാണുമ്പോൾ ശ്രദ്ധിക്കുക, അതിൽ യേശുക്രിസ്തു മഹത്വപ്പെടുന്ന രീതിയിൽ നമ്മുടെ പത്യോപദേശത്തെ, വേദപുസ്തകത്തിൻ്റെ ഉപദേശത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണോ അത് സംഭവിക്കുന്നത്, അതോ ആളുകളെ ഛിദ്രിപ്പിക്കാൻ വേണ്ടിയും ശണ്ടയും വഴക്കും ഉണ്ടാക്കിപ്പിക്കുന്ന രീതിയിലാണോ അത് പോകുന്നതെന്നുള്ള കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വ്യർത്ഥവാദം, ഇത് തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ പല സ്ഥലങ്ങളിലും ആവർത്തിക്കപ്പെടുന്നൊരു കാര്യമാണ്. വ്യർത്ഥമായ വാദങ്ങളെക്കുറിച്ച് പറയുന്നത് 6-ാം വാക്യം എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യമാണ് പറയുന്നത്. 6-ാം വാക്യത്തിൽ പറയുന്ന അലംഭാവത്തോടു കൂടിയുള്ള ദൈവഭക്തി വലുതായ ആദായമാകുന്നതാനും. അപ്പോൾ ഈ 6-ാം വാക്യം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അലംഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോഴത്തെ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം അലസമായിരിക്കുന്നതാണ്. മടി. അലംഭാവം എന്ന് പറഞ്ഞാൽ മടിയ, ഒരു പെട്ടെന്ന് വേണ്ട എന്നുള്ള അലംഭാവം എന്നുള്ളതാണ്. കുറച്ച് കഴിയട്ടെ, അത് ഞാൻ ഈ അലംഭാവം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ മലയാളത്തിൽ നമുക്ക് അതിൻ്റെ അർത്ഥം. എന്നാൽ ഇവിടെ ഇതിൻ്റെ അർത്ഥം അതല്ല. അലംഭാവത്തോടുകൂടി ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരുന്ന് എന്താ പറയുക, ഒന്നും ചെയ്യാനില്ലാതിരിക്കുന്ന ദൈവഭക്തി ആദായം ആകുന്നു എന്നല്ല. ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം കണ്ടൻമെൻറ്റോടു കൂടിയ, അതായത് തൃപ്തിയോടു കൂടിയുള്ള ദൈവവേല നമുക്ക് ഉപകാരമാകുന്നു എന്നാണ്. അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നൗ ദർ ഈസ് ഗ്രേറ്റ് ഗെയിൻ ഇൻ ഗോഡ്ലിനെസ് വിത്ത് കണ്ടൻമെൻറ്റ്. അതിൻ്റെ ഈ ഇംഗ്ലീഷ് എഴുതുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 6-7 വാക്യം ഒന്നിച്ചാണ് കിടക്കുന്നത് ഇംഗ്ലീഷിൽ എഴുതും. അതിങ്ങനെയാണ്: നൗ ദർ ഈസ് എ ഗ്രേറ്റ് ഗെയിൻ ഇൻ ഗോഡ്ലിനെസ് വിത്ത് കണ്ടൻമെൻറ്റ്, ഫോർ വി ബ്രോട്ട് നത്തിങ് ഇൻ ടു ദ വേൾഡ് ആൻഡ് വി കനോട്ട് ടേക്ക് എനിത്തിങ് ഔട്ട് ഓഫ് ദ വേൾഡ്. അതിങ്ങനെയാണ്: നമ്മൾ ഈ ലോകത്തിലേക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല, നമ്മളിവിടെ നിന്നും കൊണ്ടുപോകുന്നുമില്ല എന്നുള്ളത് കൊണ്ട് തൃപ്തരായിരുന്നു കൊണ്ട് നമ്മൾ വേല ചെയ്താൽ അത് നമുക്ക് ആത്മീകമായി വളരെ ഗെയിൻ ഉണ്ടാക്കുന്ന, നേട്ടമുണ്ടാക്കുന്ന കാര്യമാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴാണ് അത് ക്ലിയർ ആകുന്നത്. ഈ പഴയ മലയാളം കാരണമാണ് നമുക്കത് അത്ര വ്യക്തമാകാത്തത്. നൗ ദർ ഈസ് ഗ്രേറ്റ് ഗെയിൻ ഇൻ ഗോഡ്ലിനെസ് വിത്ത് കണ്ടൻമെൻറ്റ്, ഫോർ വി ബ്രോട്ട് നത്തിങ് ഇൻ ടു ദ വേൾഡ് ആൻഡ് വി കനോട്ട് ടേക്ക് എനിത്തിങ് ഔട്ട് ഓഫ് ദ വേൾഡ്. അപ്പോൾ നമ്മൾ എന്ത് സമ്പാദിച്ചു എന്ന് തോന്നിയാലും നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നറിയുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ എന്ത് സമ്പാദിച്ചാലും അതിനൊരു ഗെയിൻ ഇല്ല. എന്നാൽ ഇതിങ്ങനെ മനസ്സിലാക്കിയ ശേഷം നമ്മൾ തൃപ്തിയോടെ ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതി എന്ന് വെപ്പിന്. അതാണ് അടുത്ത വാക്യം. അതിൻ്റെ കണ്ടൻമെൻറ്റോട് കൂടി സുവിശേഷവേല ചെയ്യുകയാണെങ്കിൽ നമുക്കത് വലിയ ആദായമാണ്, നമുക്കൊരു നിത്യമായൊരു ഗെയിൻ അതിനകത്തുണ്ട് എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ പഴയ ഭാഷയുടെ പ്രയോഗം കാരണം തന്നെ ഈ വാക്യങ്ങൾ പലർക്കും മനസ്സിലാകാതെ പോകുന്നുണ്ട്. ഇനി 3 വാക്യം ഒന്നിച്ച് ഞാൻ മലയാളത്തിലൊന്ന് വായിക്കാം, അപ്പോൾ അത് മനസ്സിലാകും. അലംഭാവത്തോട് കൂടിയ, അതായത് നമുക്ക് തൃപ്തിയോട് കൂടിയ എന്നുള്ളതാണ് എൻ്റെ യഥാർത്ഥ അർത്ഥം. തൃപ്തിയോട് കൂടിയ ദൈവഭക്തി വലുതായ ആദായമാണ് താനും. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമില്ല, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. അതാണ് ഈ കണ്ടൻമെൻ്റ് എന്ന് പറയുന്നത്. മതി ആയി. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മതിയായി, ആവശ്യത്തിനുണ്ട് തോന്നിയിട്ടുണ്ടോ? ഇത് വലിയ പാടാണ്. പ്രത്യേകിച്ചും ശുശ്രൂഷകരുടെ ഇടയിൽ ഇന്ന് ഈ അലംഭാവം അല്ലെങ്കിൽ തൃപ്തി, കണ്ടൻമെൻറ്റ് എന്ന് പറയുന്നൊരു സാധനമില്ല.
അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലേക്ക് വരിക ചെയ്യുന്ന കണ്ണൻ തൃപ്തിയാകുന്നില്ല, ഒന്നിനും ആശ്വസിക്കാനോ തൃപ്തിപ്പെടാനോ റിജോയ്സ് ചെയ്യാനോ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ലോകത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു തൃപ്തി ഉണ്ടാവുകയാണെങ്കിൽ, ഒരു കണ്ടൻമെൻ്റ് ഉണ്ട്, മതി കർത്താവേ, നീ എനിക്ക് ഓൾറെഡി തന്നിരിക്കുന്ന നിത്യജീവന് പോലും നന്ദി പറയാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, കൂടുതലൊന്നും ചോദിക്കാൻ എനിക്ക് അർഹതയില്ല, എനിക്ക് ജീവിക്കാനുള്ളതെല്ലാം തന്നിട്ടുള്ളതിനായിട്ട് സ്തോത്രം, വേറെ ഒന്നും എനിക്ക് ആഗ്രഹമില്ല എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭക്തി ദൈവികമാണ്. ഇനി അതല്ല, അതിനകത്തൊരു ആദായ സൂത്രമുണ്ട്, കാശുണ്ടാക്കി കർത്താവ് പ്രാർത്ഥിച്ച കാശ് തരും, കുറച്ചുകൂടെ പ്രാർത്ഥിച്ച് കുറച്ചുകൂടെ കാശ് മേടിക്കാമെന്ന് തോന്നുന്നെങ്കിൽ അത് ഈ ലോകത്തിൽ നിന്ന്, അപ്പോൾ നമ്മൾ ഓർക്കണം, ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവരുകയോ നമ്മളിവിടുന്ന് കൊണ്ടുപോവുകയോ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടായിട്ടോ അത് മതിയാകാതിരിക്കുന്നവൻ്റെ ഭക്തി വലിയ കുഴപ്പങ്ങൾ ചെയ്യുമെന്നാണ് അതിൻ്റെ അടുത്ത വാക്യങ്ങളിൽ പറയുന്നത്. അപ്പോൾ ഈ ദൈവഭക്തന്മാരായ ആൾക്കാർ ധനമോഹികളായി പോയാലുള്ള കുഴപ്പം ഇന്ന് നിങ്ങൾ ചുറ്റും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു പ്രസംഗം എന്ന് പറയുന്നത് എത്രമാത്രം ആദായ സൂത്രമാണ്. ഈ ആദായ സൂത്രമായിട്ട് പ്രസംഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരിടത്ത് പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അല്ലെ അവർക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി പ്രസംഗിക്കുക എന്നുള്ളതാണ്. ദൈവം എന്താണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഓർക്കാതെ എൻ്റെ മുമ്പിലിരിക്കുന്ന ജനത്തിന് എന്താണ് വേണ്ടതെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ വളരെ ഇഷ്ടപ്പെടും, വീണ്ടും വീണ്ടും വിളിക്കും, പക്ഷേ ദൈവത്തിൻ്റെ അംഗീകാരം ഉണ്ടാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ദ്രവ്യാഗ്രഹത്തിന് ഇടയാക്കുന്ന ഒരു കാര്യമാണ് ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതിനകത്ത് വളരെയധികം ആദായം ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ശുശ്രൂഷയെ ആദായ സൂത്രമായി കാണുന്ന ആളുകളുണ്ട്, മതിയെല്ലാം എന്ന് വിചാരിച്ച് ദൈവികത മുൻനിർത്തി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഈ ഒരു വാക്യങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. അതായത് എങ്ങനെയാണ് നമ്മൾ ശുശ്രൂഷയെ സമീപിക്കേണ്ടതെന്ന് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാനിട വരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും. അപ്പോൾ കാശുണ്ടെങ്കിൽ മോഹങ്ങൾക്കൊരു പരിധിയില്ല, കാശില്ലെങ്കിൽ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നോളൂ. കാശ് വരുന്നതനുസരിച്ച് നമ്മുടെ അത്യാഗ്രഹവും ആഗ്രഹങ്ങളും കൂടുന്നു മാത്രമല്ല, ഇത് വളരെ ഗുരുതരമായ പാപങ്ങളിലേക്ക് ആൾക്കാരെ നയിക്കാൻ പറ്റും. ഈ പലപ്പോഴും പണം കൊണ്ടുപോയി കളയുന്നത് ആളുകൾ വളരെ പാപകരമായ അവസ്ഥകളിൽ കൊണ്ടുപോയി പണം കളയുന്ന ആളുകളുണ്ട്. പണം പലതരത്തിൽ കളയാം. ഇപ്പോൾ ആഹാരം, ഓവർ ഈറ്റിംഗ് ഈസ് സിൻ, നമുക്കറിയാം. അത് അതിഭക്ഷണം എന്ന് പറയുന്നൊരു വിശ്വാസത്തിനെതിരായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് പണം ചിലവാക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പല പല സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പണം ചിലവാക്കുന്നവരുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ തെറ്റ് തന്നെയാണെങ്കിലും മഹാപാപങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പണം വളരെയധികം വൻതോതിൽ മുടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിൽ കാശ് വരും തോറും, ഇത് ചിലവാക്കുന്നതിനുള്ള ഓപ്ഷൻസ് വർദ്ധിക്കും തോറും പാപം ചെയ്യുന്നതിനുള്ള പൊട്ടൻഷ്യൽ ഉള്ളിൽ വളരെയധികം വർദ്ധിക്കും എന്നുള്ളതാണ്. മോഹങ്ങളെ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് പലവിധ മോഹങ്ങൾക്ക് ഇരയായിത്തീരുമെന്നാണ്. മോഹങ്ങൾക്ക് വിക്ടിംസായിട്ട് മാറും. അതായത് നമ്മൾ മോഹങ്ങൾക്ക് അടിമപ്പെട്ടു പോകും, അടിമകളായി മാറും. ഈ മോഹങ്ങൾ നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. ഇപ്പോൾ സമ്പത്ത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു അപകടമുണ്ട്. പ്രത്യേകിച്ച് ശുശ്രൂഷകർ കാശ് കൂട്ടിക്കഴിഞ്ഞാൽ, നമുക്കറിയാം, ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നത് നോർമലാണ്, എല്ലാവർക്കും ആഗ്രഹമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം എന്നോടൊരു സഹോദരൻ പറഞ്ഞത്, ഞാൻ വീട് വെക്കുന്നില്ല. അദ്ദേഹത്തിന് ഗവൺമെൻറ് ജോലിയുണ്ട്, നല്ല വരുമാനമുണ്ട്, പക്ഷെ എന്തുകൊണ്ട് വീട് വെക്കുന്നില്ല? അദ്ദേഹം പറഞ്ഞ കാരണം, വീട് വെച്ച് കഴിഞ്ഞാൽ വീടിന് പിന്നെ പെയിൻ്റ് അടിക്കണം, ഈ പെയിൻറ്റ് പോരാൻ തോന്നും, ടൈൽസ് ഇടുമ്പോൾ ഏത് ടൈൽസ് വേണമെന്ന് ഞാൻ ആലോചിക്കണം. ജീവിതകാലം മുഴുവൻ ഈ വീടൊരു വിഗ്രഹമായിട്ട് മാറും. അവിടെ പിന്നെ പൂന്തോട്ടം, പൂക്കൾ വെച്ച് അലങ്കരിക്കുന്നു, ഭിത്തി അലങ്കരിക്കുന്നു. നമുക്ക് എന്തോ ഒരു വിഗ്രഹം കിട്ടിയതുപോലെയാണ് ഒരു വീട് കിട്ടിക്കഴിഞ്ഞാൽ. പുള്ളി പറയാണ്, വാടക വീട്ടിൽ താമസിക്കുന്നു, ഇട്ടിട്ട് പോകുന്നു, അതിനകത്ത് നമുക്ക് ഇത്ര ശ്രദ്ധയില്ല, ഇത്രയും അറ്റൻഷൻ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അതേസമയം സ്വന്തം വീടാണെങ്കിൽ ഇത് പണിത് ഒരിക്കലും തീരെയില്ല. ഇത് ഒന്ന് പണിത തൃപ്തിയില്ല, ഒരു കളറടിച്ച തൃപ്തിയില്ല, അടുത്ത പ്രാവശ്യം വേറെ പെയിൻ്റ് അടിക്കുക. ഇങ്ങനത്തെ ഒരു വിഗ്രഹാരാധനയിലേക്ക് അത് പോകുമെന്ന് പേടിച്ചാണ് അത് ചെയ്യാത്തതെന്ന് പുള്ളി പറഞ്ഞു. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി, സന്തോഷവും തോന്നി, കാരണം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഐഡലേറ്ററി, നമുക്ക് പണം കൂടുന്നതനുസരിച്ച് വി വിൽ കീപ്പ് ഓൺ ഡെക്കറേറ്റിംഗ് വാട്ട് വി ഹാവ്, കീപ്പ് ഓൺ ചേഞ്ചിങ്, അപ്ഡേറ്റിംഗ് വാട്ട് വി ഹാവ്. അപ്പോൾ അത് ഒരു വലിയ അപകടകരമാണ്. സകലവിധ മോഹങ്ങൾക്ക് ഇരയാക്കി തീരുന്നു എന്നുള്ളതാണ്. ഈ പശ്ചാത്തലത്തിലാണ് പൗലോസ് പറയുന്നത്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട്, ഇത് ആഗ്രഹിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഒത്തിരി ആളുകളും വിശ്വാസഗോളത്തിൽ വീണുപോകാൻ, അതായത് ശുശ്രൂഷകളിൽ നിന്ന് വീണുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സമ്പത്തിനോടുള്ള മോഹമാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ശുശ്രൂഷിക്കാൻ വിളിക്കുമ്പോൾ എത്ര ആൾക്കാരുണ്ട് അവിടെ, എത്ര രൂപ തരും, എത്ര രൂപ വേണം എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒഴിവാക്കുക. ദേ ഡോണ്ട് ബിലോങ് ടു ദ ലോർഡ്, ദേ ബിലോങ് ടു മാമോൻ. എന്തിനാണ് അങ്ങനെയുള്ള ആളുകൾ വചനം എടുക്കുന്നത്? എന്നെ ഇത് വളരെയധികം വേദനിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. വെൻ മണി കംസ് ബിഫോർ മിനിസ്ട്രി,
അങ്ങനെ ആൾക്കാരെ തീർത്തും ഒഴിവാക്കുക. കാരണം അവരെ കൊണ്ട് ഒരു പരിപാടി നടക്കുകയില്ല. കാരണം ദേ കനോട്ട് റെപ്രസെൻറ്റ് ഗോഡ്, ദേ കനോട്ട് റിവീൽ ക്രൈസ്റ്റ്. ഒരിക്കലും ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല. ബുദ്ധി കൊണ്ട് പ്രസംഗിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ദ്രവ്യാഗ്രഹമുള്ള ശുശ്രൂഷകർ പലപ്പോഴും ഇങ്ങനെയുള്ള വാഗ്വാദങ്ങളിലും തെറ്റായ ഉപദേശങ്ങളിലും പോയി വീഴുവാൻ സാധ്യതയുണ്ട്. കാരണം അവർക്കൊരു അജണ്ടയുണ്ട്, കാശുണ്ടാക്കണം. അപ്പോൾ അതിന് പറ്റിയ രീതിയിലുള്ള ഉപദേശം, അതിന് പറ്റിയ രീതിയിലുള്ള ലോകത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന, ഗ്ലോറിഫൈ ചെയ്യുന്ന ഉപദേശങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരുന്നതിനുള്ള കാരണം ഇതൊരു ഭയങ്കര കൊമേഴ്സ്യലൈസ്ഡ് എൻ്റർപ്രൈസ് ആണ് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വളരെയധികം ജാഗ്രതയോടെ ഇരിക്കുക. സമ്പത്ത് മോഹികൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ഒഴിവാക്കുക. അവർ ശുശ്രൂഷയ്ക്കായിട്ട് കാശ് കൊടുത്തുകൊണ്ട് നിർത്താതിരിക്കുക. ഒത്തിരിയധികം ഡിമാൻഡിങ് ആയിട്ട് വരുന്ന ആൾക്കാരെ സൂക്ഷിക്കുക. ഇവരൊന്നും ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നവരല്ല, ഇവരുടെ ലോകത്തിൻ്റെ ആൾക്കാർ തന്നെയാണ്. അവർ പല വേഷത്തിൽ വന്നാലും, എത്ര വെള്ള ധരിച്ചാലും, എത്ര ഭയങ്കര വീരന്മാരായിരുന്നാലും അതിനെല്ലാം പുറകിലുള്ളത് മാമോൻ എന്ന ഈ ലോകത്തിൻ്റെ പ്രഭുവാണെന്ന് അറിഞ്ഞിരിക്കുക. അവരുടെ വലയിൽ വീഴാതിരിക്കുക. ഇത് തിമോത്തിയോസിൻ്റെ പൗലോസ് പറഞ്ഞതാണ്. അത് ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളോടും ഈ വചനത്തിലൂടെ, പൗലോസിൻ്റെ അതേ വാക്കുകളിലൂടെ ഞാൻ ആവർത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ നമ്മുടെ വലിയ പാപത്തിലേക്ക് നയിക്കുന്ന വിഗ്രഹാരാധന, പണമോഹം, ശുശ്രൂഷകരെ ഒരിക്കലും തൊടാതിരിക്കുവാൻ, അവർ വിശുദ്ധരായി കർത്താവിനെ മാത്രം നോക്കി കണ്ടൻമെൻറ്റോടുകൂടി വർക്ക് ചെയ്യുവാൻ, ഉണ്ണാനും ഉടുക്കാനുണ്ടെങ്കിൽ മതി എന്ന് വെക്കുന്ന ഒരു കണ്ടൻമെൻറ്റ്, ഒരു സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ശുശ്രൂഷകരാണെങ്കിൽ ഈ കാര്യം കർത്താവിൻ്റെ സന്നിധിയിൽ ശ്രദ്ധിക്കണമെന്ന് പ്രബോധിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.